ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും? ഇന്നിപ്പം പതിവ് പോലെ ഉച്ചക്ക് ഇറങ്ങിയിട്ടുള്ള കേട്ടോ കിച്ചണിൽ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ അടുക്കളയിൽ ഇറങ്ങിയിട്ട് ആമിനെ സ്കൂളിൽ അയക്കുമ്പോൾ ആമിക്ക് ഉണ്ടാക്കുന്ന ഫുഡ് മുതൽ വീഡിയോ എടുക്കുക വിചാരിക്കും. നിങ്ങളിലേക്ക് ഇപ്പം നമുക്ക് തിരക്കൊന്നും ഇല്ല എന്നല്ലേ. അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര വീഡിയോ എടുക്കണം, വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആക്കലും അതിൻ്റെ ഏണിങ്സ് അതൊക്കെ ഒരു സ്വപ്നം പോലെ അതൊക്കെ ആഗ്രഹങ്ങളാണ്. പക്ഷേ കഴിയലില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേയെല്ലാം മടിയുണ്ട്, പിന്നെ കുറേയെല്ലാം കഴിയലും ഇല്ല. എന്തായാലും ഉച്ചയായി. ഈ കുറേ കുറേ മക്കളെല്ലാം വെച്ച് ഫുഡ് ഉണ്ടാക്കി വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കുന്ന ആൾ സമ്മതിച്ചേ പറ്റും. വീഡിയോ എടുത്താലേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. എന്തായാലും പിന്നെ ഞാൻ ചോറ് ആദ്യം ചോറ് പൊന്നേരിയാണ്, അപ്പോൾ പെട്ടെന്ന് വേവും. അത് കഴിഞ്ഞ് പിന്നെ നല്ല വലിയ അയില ഉണ്ടായിന്. വലിയ അയിലയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കറി മുളക് കറിയെല്ലാം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എന്നാലും ഞാൻ ഇപ്രാവശ്യം അത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് ചോറിനുണ്ടാക്കുന്നു. ആദ്യം ഉള്ളി വാട്ടണം, ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട്. കടുക് അന്നേരം ഇടണം എന്നില്ല, കാരണം ലാസ്റ്റ് ഒന്ന് കാച്ചി വയ്ക്കാൻ വേണ്ടി കടുക് ഇടണം. ഇനി ലാസ്റ്റ് കാച്ചുന്നില്ല എന്ന് വെക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് കടുക് ഇടണം കേട്ടോ. എന്നിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം വാട്ടി തക്കാളി വാട്ടുക, പച്ചമുളക് ഇടുക, പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം പൊടികളെല്ലാം ഇടുക. മല്ലി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി എല്ലാം ഇട്ട് ആ പൊടികളുടെ കൂടെ തന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഉപ്പിടുന്നത് കാണാത്തത്. എന്തായാലും അതെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിൽ ഉരുളക്കിഴങ്ങൊന്ന് വെന്തെടുത്ത് കഴിഞ്ഞാൽ ആ കറീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ശരിക്കും നിങ്ങളെല്ലാം ചോറിന് ഇങ്ങനെ കറി വെക്കലുണ്ടോ ഉരുളക്കിഴങ്ങ്? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തിനും മാച്ചാവും കേട്ടോ. ചോറിന് മാത്രമല്ല, പൊറോട്ടക്കായാലും നെയ്ച്ചോറിനായാലും ഏത് അപ്പത്തിനായാലും ഈ കറി അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് വെള്ളമാവാണ്ട് കുറച്ചൊരു കുറിയ ടൈപ്പിൽ വേണം വെക്കാനേ. നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ഒന്ന് കടുകും കറിവേപ്പിലയും കാച്ചി ഒഴിക്കണേ. അങ്ങനെ അത് കഴിഞ്ഞ് ചോറും ഞാൻ ഊറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് കറി വെച്ചതിന് ശേഷം മഷ്റൂം ഉണ്ടായിന് കേട്ടോ. മഷ്റൂം ഒരു 2-3 ദിവസമായി ഫ്രിഡ്ജിൽ. അതുകൊണ്ടാണോ എന്നറിയില്ല, അതിന് കുറച്ച് കറുപ്പ് കളർ കൂടുതൽ. വാങ്ങി അന്ന് തന്നെ ഉപയോഗിച്ചാലേ അതിൻ്റെ ഒരു ഫ്രഷ് ഉണ്ടാവുള്ളൂ. എന്തായാലും കുറച്ച് കറുപ്പുണ്ടായിന്, എന്നാലും കളയാൻ കഴിയില്ലല്ലോ. നന്നായി കഴുകിയെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതും ചെറുതായി കട്ട് ചെയ്ത് ഒരു ഉള്ളി ഇട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. കുറച്ച് നല്ലവണ്ണം തന്നെ തേങ്ങ ഇടും കേട്ടോ. അതിന് നല്ലോണം തേങ്ങ ഇട്ടാലേ വറവിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും അങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ ഞാൻ ചോറെല്ലാം വെക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ മീൻ നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിന്. ഇത് കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്യാനിട്ട്. അതും മീനിൻ്റെ അണറും. വലിയ അയില ചില സമയത്തൊരു കിഴങ്ങ് പോലെ ഉണ്ടാവും, ഒരു ടേസ്റ്റും ഇല്ലാണ്ട്. കറി ഇങ്ങനെ കഷ്ണത്തിനൊരു ടേസ്റ്റ് ഇല്ലാണ്ട്. പക്ഷേ ഇന്നത്തെ ഫ്രൈക്ക് വലിയ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ഉണ്ടായിന് കേട്ടോ. പിന്നെന്താ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടെല്ലാം പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ എൻ്റെ കൂടെ ഇതുവരെ നിന്ന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്തുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഒരു ലൈക്കും, ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടാ. എന്നാൽ പിന്നെ ഇൻഷാ അല്ലാ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. വരണം ഇൻഷാ അല്ലാ. ഇന്നത്തെ ലഞ്ച് അങ്ങനെ റെഡിയായി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ശരിക്കും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ആളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഒരു സമ്മാനം ഉറപ്പാണ് കേട്ടോ.